യോഹന്നാൻ അടയാളങ്ങൾ എന്ന് വിളിച്ചതുപോലെ അതുകൊണ്ടാണ്. ഒരിക്കലും അത്ഭുതങ്ങൾ അതിൽ തന്നെ ഒരു എൻഡല്ല. അത്ഭുതങ്ങൾ ഉണർത്തുപാട്ടുകളാണ്, വേക്കപ്പ് കോളാണ്. അപ്പോൾ ഒരാള് യഥാർത്ഥത്തിൽ ഈ അത്ഭുതം പ്രവർത്തിച്ചവനിലേക്ക് നോക്കാനുള്ള ക്ഷണമാണ് അത്ഭുതങ്ങൾ. അപ്പോൾ ആ അത്ഭുതങ്ങൾ സ്വീകരിച്ച ഒരാള് ഈ അത്ഭുതം പ്രവർത്തിച്ചവനെ സ്നേഹത്തോടെ നോക്കാൻ പരാജയപ്പെട്ടാൽ യഥാർത്ഥത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് 10 പേരല്ലേ സൗഖ്യപ്പെട്ടത്, ഒരാളല്ലേ തിരിച്ചു വന്നുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ സൗഖ്യപ്പെട്ടവരെല്ലാം ദൈവരാജ്യത്തിൻ്റെ ഭാഗം ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. സൗഖ്യം കിട്ടിയ ഒരുപാട് ആളുകൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമല്ലാതെ ജീവിച്ച് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ കാണേണ്ടത് എന്തിലേക്കത് നമ്മളെ മാടി വിളിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈശോ പറയുന്നില്ലേ, പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ആ തളർവാതിലൂടെ അവൻ പറഞ്ഞു കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക.